ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ധരംവീർ ഭാരതി എഴുതിയ ഒരു വേഴ്സ് പ്ലേ ആയിട്ടുള്ള അന്ധയുഗ് എന്ന് പറയുന്ന പ്ലേ ആണ്. ഓക്കെ, അന്ധയുഗ് ANDHAYUG. സോ അന്ധയുഗ് എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത് ദ ബ്ലൈൻഡ് ഏജ് എന്നാണ്, അല്ലെങ്കിൽ ഏജ് ഓഫ് ഡാർക്ക്നെസ് അങ്ങനെയാണ്. ഓക്കെ, ഇതൊരു മോഡേൺ പ്ലേ ആണ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മഹാഭാരത വാർ. മൊത്തത്തിലുള്ള എപ്പിക് മഹാഭാരതമല്ല, മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനത്തെ ഭാഗം മാത്രമാണ്. ഓക്കെ, സോ ഇതൊരു റിലീജിയനെ പറ്റിയിട്ടുള്ളൊരു പ്ലേ അല്ല. ഇത് ഒരു വാറ്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആങ്കർ, റിവഞ്ച്, മോറൽ കൺഫ്യൂഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ല ആൾക്കാർ പോലും വയലൻസ് നേരിടേണ്ടി വന്നതിന് ശേഷം ക്രൂവലായിട്ട് മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ ബ്ലൈൻഡ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ബ്ലൈൻഡ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് പീപ്പിൾ കനോട്ട് സീ വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് എനിമോർ. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അന്ധയുഗത്തിൽ എന്താണ് ആൾക്കാർക്ക് നല്ലത് എന്താണ് ചീത്ത എന്താണെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ആങ്കറും റിവെഞ്ചുമാണ് അവരെ നയിക്കുന്നത്. അതാണ് ബേസിക്കലി ഇതിൻ്റെ അർത്ഥം. സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം, അതിൽ 2 ഫാമിലീസാണ് പങ്കെടുത്തിട്ടുള്ളത്, പാണ്ഡവാസും കൗരവാസും. പാണ്ഡവാസിനെ യൂഷ്വലി നല്ല ആൾക്കാരായിട്ടും കൗരവാസിനെ അൺജസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കാണിക്കുന്നത്. ഒരു 2 കൂട്ടരും കൂടെ വാർ ഓഫ് ത്രോണിന് വേണ്ടിയിട്ടുള്ള വാറാണ് നടക്കുന്നത്. ദെൻ ലോർഡ് കൃഷ്ണ ഇതിൽ പാണ്ഡവാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ 18 days ഓഫ് വാർ പാണ്ഡവാസ് ഈ ഒരു യുദ്ധത്തിൽ വിൻ ചെയ്യുകയാണ്. ആൻഡ് വിൻ ചെയ്താൽ പോലും ബോത്ത് സൈഡിലെയും ഓൾമോസ്റ്റ് എവ്രി വൺ ഡൈസ്. ഓക്കെ, ആൻഡ് അന്ധയുഗ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ വാർ ഈസ് ഓൾറെഡി ഓവർ. ഓക്കെ, ഇതിന് ശേഷമാണ്, ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് അന്ധയുഗ എന്ന് പറയുന്നൊരു കാലഘട്ടം തുടങ്ങുന്നത്. നമ്മൾ ഈ കലികാലം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ. ഈ ഒരു പ്ലേയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ഓഫ് ദ 18th, അതായത് ലാസ്റ്റ് ഡേ ഓഫ് വാറാണ്. ദെൻ പ്ലേസ് എന്ന് പറയുമ്പം ഡിസ്ട്രോയിഡ് കൗരവ കിങ്ഡം, ഹസ്തിനപുരി. ഓക്കെ, ആൻഡ് വാർ തീർന്നു, സഫറിങ് പക്ഷേ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നോട്ടിലാണ് നമ്മളുടെ പ്ലേ തുടങ്ങുന്നത്. ഈ ഒരു പ്ലേയുടെ മെയിൻ ഐഡിയ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, വാർ ഡിസ്ട്രോയ്സ് നോട്ട് ഓൺലി ബോഡീസ് ബട്ട് ഓൾസോ മൈൻഡ്സ്, വാല്യൂസ് ആൻഡ് ഹ്യൂമാനിറ്റി. ഓക്കെ, വാർ ഡിസ്ട്രോയ്സ് നോട്ട് ഓൺലി ബോഡീസ് ബട്ട് ഓൾസോ മൈൻഡ്, വാല്യൂസ്, ഹ്യൂമാനിറ്റി. ഇത് ഇത്രയുമാണ് ഈ ഒരു യുദ്ധത്തിലൂടെ നശിക്കപ്പെടുന്നതെന്ന്. ദെൻ ആക്ട് വൈസ് നോക്കാം. ഒന്നാമത്തെ ആക്റ്റിൽ കൗരവരുടെ കിങ്ഡമാണ് കാണിക്കുന്നത്, അവർ തോറ്റതിന് ശേഷമുള്ളത്. അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ കൗരവർ യുദ്ധത്തിൽ തോറ്റു. ഇപ്പോൾ അവരുടെ പാലസ് എംപ്റ്റി ആണ്, സൈലൻ്റ് ആണ്, ബ്രോക്കൺ ആണ്. ഓക്കെ, അവിടെ 2 കാവൽക്കാർ നിൽപ്പുണ്ട്. ആൻഡ് ഈ ഒരു ഗാർഡിന് ഫീൽ ആവുന്നത് എന്താണ്, അവർ യൂസ്ലെസ് ആണ്, എന്തിനാണ് ഇനിയും അവരിനി ഇത് കാവൽ നിൽക്കേണ്ട ആവശ്യം, എംപ്റ്റി ആയിട്ടൊരു കൊട്ടാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാവൽ നിൽക്കേണ്ട ആവശ്യം എന്താണെന്ന്. വൾച്ചേഴ്സൊക്കെ ആകാശത്ത് പറക്കുന്നതിന് കാണിക്കുന്നുണ്ട്. ഇതൊരു ബാഡ് ഓമനായിട്ടാണ് കാണിക്കുന്നത്. എല്ലായിടവും മരണമാണ് ഉള്ളത്. എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ, വൾച്ചേഴ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ വിച്ച് പീപ്പിൾ ബിലീവ് ഈസ് എ സൈൻ ഓഫ് ഡെത്ത് ആൻഡ് ഈവിൾ. ദ ഗാർഡ്സ് സ്റ്റാൻഡിങ് ദെയർ അലോൺ ഫീൽസ് ദാറ്റ് നത്തിങ് മീനിങ്ഫുൾ ഈസ് ലെഫ്റ്റ് ടു ഗാർഡ് ഫോർ ദം. ആൻഡ് ഇൻസൈഡ് ദ പാലസിൽ ധൃതരാഷ്ട്ര ഇരിക്കുന്നുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള കിങ് ആണ്. ആൻഡ് ഗാന്ധാരി അദ്ദേഹത്തിൻ്റെ വൈഫാണ്. നമുക്കറിയാമല്ലോ, ഗാന്ധാരി ഇങ്ങനെ അവരുടെ ഭർത്താവിന് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ അവരൊരു ബ്ലൈൻഡ് ഫോൾഡ്, കണ്ണിങ്ങനെ കെട്ടിയിട്ടാണ് ഉണ്ടാവുക അല്ലേ. സോ ധൃതരാഷ്ട്രർ എപ്പോഴും ബ്ലൈൻഡ് തന്നെയാണ് അല്ലേ. ബട്ട് നൗ ഹിസ് ബ്ലൈൻഡ്നെസ് ഫീൽസ് ഡീപ്പർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ലായ്മക്ക് ഒരുപാട് ആഴമുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സും ഇപ്പോൾ അന്ധകാരത്തിലാണെന്നാണ് പറയുന്നത്. ഗാന്ധാരി വിഷമത്താൽ വളരെയധികം ബ്രോക്കൺ ആയിരിക്കുകയാണ്. അവരുടെ എല്ലാ മകനും മരിച്ചു, ആൺമക്കളെല്ലാവരും മരിച്ചു. ആൻഡ് അവരുടെ ആ ഒരു പെയിൻ ആങ്കറായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. വിതുര ഒരു വൈസായിട്ടുള്ളൊരു മാനാണ്. സെയ്സ് ദാറ്റ് ഈ ഒരു ഡിസ്ട്രക്ഷൻ ഹാപ്പൻ ആയത് ഹോണർ, അല്ലെങ്കിൽ മാന്യതയുടെ നിയമങ്ങൾ എല്ലാം തെറ്റിച്ചതുകൊണ്ടാണ്. മൊറാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഈ ഒരു വാറിൽ ബ്രോക്കണായി, അതുകൊണ്ടാണ് ഇങ്ങനൊരു നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചതെന്ന് വിതുര എന്ന് പറഞ്ഞിട്ടൊരു വൈസ് മാൻ പറയുകയാണ്. സോ ഈവൻ ധൃതരാഷ്ട്ര അതിനോട് യോജിക്കുന്നു. ബട്ട് എഗ്രിമെൻറ്റ് കംസ് ടു ലേറ്റ്. ആ ഒരു എഗ്രിമെൻറ്റ് നേരത്തെ, ഈ വാറിൻ്റെ അവസാന ദിവസം അല്ലായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ. ആ ഒരു എഗ്രിമെൻറ്റ് നേരത്തെ അവർക്ക് തോന്നേണ്ടതാണ്. ഇപ്പോൾ നത്തിങ് ക്യാൻ ബി അൺഡൺ. ഓക്കെ,
സോ ഒരു ഓൾഡ് മെൻഡിക്കൻറ്റ്, അതായത് ഒരു ബെഗ്ഗർ വരുവാണ്, വന്നിട്ട് പറയും കൗരവർ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് പ്രവചിക്കുമെന്ന്, അതായത് പറയുമെന്ന്. പക്ഷെ അത് തെറ്റായിരുന്നു. അയാൾ മിസ്റ്റേക്കൺലി അങ്ങനെയാണ് പറയുന്നത്. അതൊരു മൊമെൻറ്റിലേക്ക് ഗാന്ധാരിക്കൊരു ഫോൾസ് ഹോപ്പ് കൊടുക്കും. പക്ഷേ ഈവൻ ലേറ്റർ അത് മനസ്സിലാകുകയാണ് അയാൾ തെറ്റാണ് പറഞ്ഞതെന്ന് അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഹീ സേസ് ദാറ്റ് ഓൺലി കൃഷ്ണ ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി നൗ, ഹ്യൂമൻസ് ആർ ഹെൽപ്ലെസ് എന്ന് പറയുകയാണ്. ഓക്കെ, സോ മീൻ വൈൽ സഞ്ജയ, ഓക്കെ, ദ മാൻ ഹു ക്യാൻ സീ ഡിസ്റ്റൻറ്റ് ഇവൻറ്റ്സ് വിത്ത് ഡിവൈൻ വിഷൻ ഒരു വരമായിട്ട് ലഭിച്ച ഒരാളാണ് സഞ്ജയ എന്ന് പറയുന്നത്. സഞ്ജയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കോർട്ടിൽ, ധൃതരാഷ്ട്രരുടെ കോർട്ടിലെ ഒരു അംഗമാണ്. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാഴ്ചകൾ കാണുന്നത് സഞ്ജയ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതൊരു ബാക്ക് സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞതാണ്. വ്യാസമുനിയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്തത്, ദൂര കാഴ്ചകൾ, അതായത് ഡിവൈൻ വിഷൻ കാണാൻ വേണ്ടിയിട്ട്. സോ അദ്ദേഹത്തിന് സത്യമെല്ലാം അറിയാം. ഇദ്ദേഹം വാറിൽ പങ്കെടുത്തിട്ടല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കാഴ്ച ഉള്ളതുകൊണ്ട് സത്യം അറിയാം. നരേറ്ററായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ മെസ്സഞ്ചറായിട്ടും ആക്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ് ഇവിടെ. ഓക്കെ, സോ കൗരവാസ് ഡിഫീറ്റഡ് ആയി എന്നുള്ള സത്യം ഇദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു, അറിയാം. ബട്ട് ഇദ്ദേഹത്തിന് അത് പോയിട്ട് എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഓക്കെ, ടു ദ ബ്ലൈൻഡ് കിങ് ആൻഡ് ഗ്രീവിങ് ക്വീൻ, ഇതെങ്ങനെ അറിയിക്കുമെന്നറിയാതെ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ട്രൂത്ത് എന്ന് പറയുന്നത് ഇവിടെ ഹെവിയർ ദാൻ ഡെത്ത് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് അദ്ദേഹത്തിന്. കാരണം കൗരവരുടെ വാരിയേഴ്സിൽ ആകെപ്പാടെ 3 ആൾക്കാരെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതാണ് അശ്വത്ഥാമ ആൻഡ് കൃപാചാര്യ ദെൻ കൃതവർമ്മ. ഇവർ 3 പേരും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആൻഡ് ഇവരിൽ തന്നെ അശ്വത്ഥാമ ഹി കനോട്ട് അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേണിങ് വിത്ത് റേജ് ആണ്. ഓക്കെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷിച്ച് നിൽക്കുവാണ്. ഹി വാണ്ട്സ് റിവെഞ്ച് അറ്റ് എനി കോസ്റ്റ്, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, റിവെഞ്ച് എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. സോ വെൻ ഹി മീറ്റ്സ് ദ ഓൾഡ് മെൻഡിക്കൻറ്റ് അഗെയിൻ, അദ്ദേഹം പിന്നെയും നേരത്തെ നമ്മൾ പറഞ്ഞ ബഗറിനെ കാണുമ്പോൾ ഇയാൾ പോയിട്ട് കോർട്ടിൽ അങ്ങനെ ഒരു ഫോൾസ് ന്യൂസ് കൊടുത്തതിന് അയാളെ അങ്ങ് കൊല്ലുവാങ്ങ്. ഓക്കെ, പെട്ടെന്ന് വരുന്നൊരു ദേഷ്യത്തിൽ കൊല്ലുന്നതാണ്. പിന്നീട് പക്ഷേ ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, ഗിൽട്ട് കാരണം. ഗിൽട്ട് ബിഗിൻസ് ടു ഫോളോ ഹിം ലൈക്ക് എ ഷാഡോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വയലൻസ് നമുക്ക് ഒരിക്കലും പീസ് തരില്ല. ഓക്കെ, ഇറ്റ് മെയ്ഡ് ഹിം വേഴ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം ഒന്നും കൂടെ കിടത്തി എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് സഞ്ജയ ധൈര്യം സംഭരിച്ചിട്ട് ധൃതരാഷ്ട്രടുത്തും ഗാന്ധാരിയടുത്തും ട്രൂത്ത് പോയിട്ട് പറയുകയാണ് കൗരവാസ് ഡിഫീറ്റഡ് ആയി, അവരുടെ മക്കളെല്ലാം മരിച്ചു പോയിന്ന്. അറ്റ് ദിസ് മൊമെൻറ്റ് യുയൂട്സു, ധൃതരാഷ്ട്രരുടെ ഒരു മകനാണ്, അവൻ പാണ്ഡവാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവരാണല്ലോ നല്ല ആൾക്കാരായിട്ട് പോർട്രേ ചെയ്തിരിക്കുന്നത്, അവരെയാണ് ഈ യുയൂട്സു സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അവനൊരു ക്രൗഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടേക്ക് വരികയായിരുന്നു. ആൻഡ് അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഈ ഗാന്ധാരി അവനെ ഇൻസൾട്ട് ചെയ്യും. ഓക്കെ, ടു ഹെർ ലോയൽറ്റി മാറ്റേഴ്സ് മോർ ദാൻ മൊറാലിറ്റി നൗ, ഇവരോട് സത്യസന്ധമായിട്ട് നിന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അവനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു ഡൈയിങ് ആയിട്ടുള്ള ഒരു സോൾജിയറിനെയും കൊണ്ടുവരുന്നുണ്ട്. യുയൂട്സു അയാൾക്ക് വെള്ളം ഓഫർ ചെയ്യുമ്പോൾ ഇയാൾ ഇവൻ തോ തേഴ്സ്റ്റി ആണെങ്കിൽ പോലും ഇവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കില്ല എന്നങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം അവരുടെ കൂടെ നിന്നിട്ട് മറ്റവരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ആൻഡ് അവിടെ നമുക്ക് കാണാം ഹേട്രഡ് എന്ന് പറയുന്നത് സ്ട്രോങ്ങറായിട്ട് മാറിയിരിക്കുകയാണ് ഹ്യൂമാനിറ്റീനെക്കാട്ടിലും. ഇതിൻ്റെ ഇടയിലേക്കാണ് ദുര്യോധനൻ്റെ, ഗാന്ധാരിയുടെ മൂത്ത മകൻ്റെ മരണവാർത്ത എത്തുന്നത്. രണ്ടുപേർ തമ്മിലിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അൺഫെയർ ആയിട്ടാണ് ദുര്യോധനൻ മരിക്കുന്നതെന്നൊക്കെ. മെനി പീപ്പിൾ സേ ദിസ് കില്ലിംഗ് വാസ് അഗെയിൻസ്റ്റ് മോറൽ ലോ ആൻഡ് ബലരാമൻ ഓപ്പൺലി കൃഷ്ണനെ അക്യൂസ് ചെയ്യുകയാണ് ഈ ഒരു ഇൻജസ്റ്റിസിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. റൈറ്റും റോങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം മിക്സപ്പ് ആയിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം കേട്ടിട്ട് അശ്വത്ഥാമ അയാളുടെ കൺട്രോൾ പോയെന്നാണ് പറയുന്നത്. ഓക്കെ, ഹിയറിങ് ഓൾ ദിസ് അശ്വത്ഥാമ ലോസ് കൺട്രോൾ ആൻഡ് ഹീ സ്വെയർസ് ദാറ്റ് ഹി വിൽ ഡിസ്ട്രോയ് ദ പാണ്ഡവാസ് ബൈ എനി മീൻസ്. ഓക്കെ, ആൻഡ് ആ ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു കാഴ്ച കാണും. ഒരു ഔള് പോയിട്ട് ഒരു ഉറങ്ങിക്കിടക്കുന്ന ക്രോവിനെ കൊല്ലുന്നു. ഓക്കെ, ആൻഡ് ഈ ഒരു സൈറ്റ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ക്രൂവലായിട്ടുള്ളൊരു ഐഡിയ വരുവാണ്. വൈ ഫൈറ്റ് ഹോണറബിളി വെൻ എനിമീസ് ആർ അസ്ലീപ്പ്. ഓക്കെ, അസ്ലീപ്പ്, എനിമീസ് ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ ഹോണറബിളായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതായത് അവരെ ഉറക്കത്തിൽ കൊല്ലാമെന്നുള്ളൊരു ഐഡിയ ആണ് കിട്ടിയത്. So the world now feels haunted and the ghost of the old mendicant appears and speak about the age they are living in. അപ്പം നേരത്തെ ഈ അശ്വത്ഥാമ കൊന്ന ആ ഒരു മെൻഡിക്കൻറ്റിൻ്റെ ഗോസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആ ഒരു അന്ധയുഗത്തെ പറ്റിയിട്ട് അവർ അന്ന് ഉള്ള കാലഘട്ടത്തെ പറ്റിയിട്ട് ഇങ്ങനെ വിവരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന് അദ്ദേഹം ഒരു ബ്ലൈൻഡ് ഏജ് ആയിട്ടാണ് പറയുന്നത്, ഫുൾ ഓഫ് വൂൺസ്, ഫിയർ ആൻഡ് കൺഫ്യൂഷനൊക്കെ ഉള്ള പോലെ. ആൻഡ് എവ്രി വൺ ഈസ് ട്രാപ്ഡ് ഇൻ കോൺട്രഡിക്ഷൻസ്, നോ വൺ നോസ് ദ റൈറ്റ് പാത്ത് എനിമോർ, അങ്ങനെയാണ് പറയുന്നത്.
സോ രാത്രിയിൽ അശ്വത്ഥാമ പോയിട്ട് പാണ്ഡവരുടെ ക്യാമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള വാരിയേഴ്സിനെ അങ്ങ് കൊന്നു കളയും. ആൻഡ് ഗാന്ധാരി ഇത് കേൾക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹാപ്പിനെസ് അവർക്ക് തോന്നുകയാണ്. ഓക്കെ, അപ്പോഴും അവർ ജസ്റ്റിസ് ആയിട്ടല്ല ചിന്തിക്കുന്നത്, അവരുടെ റിവെഞ്ചാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് വരുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ദ വാർ എൻഡഡ് ഷീ ഫീൽസ് ഹെർ പെയിൻ ഹാസ് ആൻസേർഡ് എന്ന് പറഞ്ഞത്. ദെൻ സഞ്ജയോണ് ചോദിക്കുന്നുണ്ട്, അവൻ്റെ ഡിവൈൻ പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ബാറ്റിൽ ഫീൽഡ് അവളെ കാണിക്കാൻ പറയും. സോ ഷീ ഈവൻ റിമൂവ്സ് ഹർ ബ്ലൈൻഡ് ഫോൾഡ്. അത്രയും നാൾ തൻ്റെ ഭർത്താവിന് കണ്ണ് കാണാത്തതുകൊണ്ട് എനിക്കും കണ്ണ് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിവെച്ചിരുന്ന ഒരു ബ്ലൈൻഡ് ഫോൾഡ് വരെ അവൾ അയച്ചിട്ട് അത് കറക്റ്റായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട്. സോ ഷീ വാണ്ട്സ് ടു ബ്ലസ് അശ്വത്ഥാമ ഫോർ ഹിസ് റിവെഞ്ച് എന്ന്. അവൻ്റെ റിവെഞ്ച് അവൻ നടപ്പിലാക്കിയതിൽ അയാളെ എന്താ പറയുന്നത്, അനുഗ്രഹിക്കണം എന്ന് പറയാണ്. സോ ബട്ട് then something terrifying happens. അപ്പോൾ എന്താണ്, അശ്വത്ഥാമ യൂസസ് എ പവർഫുൾ വെപ്പൺ ബ്രഹ്മാസ്ത്ര അഗെയിൻസ്റ്റ് ഉത്തര, എ പ്രഗ്നൻറ്റ് വുമൺ. ആ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു പ്രഗ്നൻറ്റ് വുമൺ ആയിട്ടുള്ള ഉത്തരയുടെ നേരെ ബ്രഹ്മാസ്ത്ര എടുത്ത് ഉപയോഗിക്കുകയാണ് അശ്വത്ഥാമ. ആൻഡ് ഈ ഒരു ആക്ട് ജസ്റ്റ് റിവെഞ്ച് മാത്രമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എൻ അറ്റാക്ക് ഓൺ ദ ഫ്യൂച്ചർ ഇറ്റ് സെൽഫ് എന്ന്. കാരണം ഉത്തര പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. സോ ഇഫ് ദ അൺബോൺ ചൈൽഡ് ഡൈസ് ദ ജനറേഷൻ വിൽ എൻഡ്. അപ്പം അവർ പാണ്ഡവരെ മൊത്തം ഇവർ കൊന്നു കഴിഞ്ഞപ്പോൾ ഇനി അവർ കുഞ്ഞില്ലെങ്കിൽ ആ ഒരു ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ലല്ലോ. ആൻഡ് ഈ ഒരു മൊമെൻറ്റിൽ കൃഷ്ണ ഇൻ്റർവീൻ ചെയ്യുന്നു, ഉത്തരയെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നു. ആൻഡ് ഈ സ്റ്റോപ്സ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫ്യൂച്ചർ. ആ ഒരു ഫ്യൂച്ചറിനെ നശിപ്പിക്കാനുള്ള നമ്മുടെ അശ്വത്ഥാമയുടെ ആ ഒരു ലക്ഷ്യത്തെ തടുക്കുന്നു. സോ കൃഷ്ണ ഇതിന് അശ്വത്ഥാമേനെ പണിഷ് ചെയ്യുന്നുണ്ട്. ഹി റിമൂവ്സ് ദ ഡിവൈൻ ജെം ഫ്രം ഹിസ് ഫോർഹെഡ് എന്ന് പറയുന്നത്, അയാളുടെ നെറ്റിയിലുണ്ടായിരുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ജെം അങ്ങ് എടുത്തു കളയും. ആൻഡ് അശ്വത്ഥാമയ്ക്ക് എന്താണ്, ഫോർ എവർ പെയിനിലും സഫറിങ്ങിലും ലോൺലിനെസ്സിലും ഒക്കെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കേഴ്സും കൊടുക്കും. അത് ഈ മരണത്തെക്കാട്ടിലും വളരെ വേഴ്സാണ് അങ്ങനെ ഒരു കേഴ്സ് കിട്ടിയാൽ, അല്ലേ? സോ ഗാന്ധാരി സ്റ്റിൽ ബ്ലൈൻഡഡ് ബൈ ഗ്രീഫ് കേഴ്സസ് കൃഷ്ണ ഇൻ ആങ്കർ. ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യും, ഗാന്ധാരി കൃഷ്ണനെ ശപിക്കും. ഓക്കെ, ഷി സേസ് ഹിസ് പീപ്പിൾ വിൽ ഓൾസോ ഡിസ്ട്രോയ് ദംസെൽഫ്. കൃഷ്ണനെ ഫോളോ ചെയ്യുന്ന അവൻ്റെ ആൾക്കാരും, ആ ഒരു പുള്ളിയുടെ ആൾക്കാരും എന്താണ്, ഇതേപോലെ തന്നെ നശിച്ചു പോട്ടെന്ന് പറയാം. ആൻഡ് കൃഷ്ണ കാംലി അക്സെപ്റ്റ് ദ കേഴ്സ്. അത് വളരെ കാമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ആ ഒരു ശാപം. ലേറ്റർ ഗാന്ധാരി അവളുടെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തിട്ട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൃഷ്ണ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈം ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. യുധിഷ്ഠിര ബിക്കംസ് ദ കിങ് ഓഫ് ഹസ്തിനപുര. ഓക്കെ, ദ പാണ്ഡവാസ് ഹാവ് വോൺ എവ്രിതിങ് യെറ്റ് യുധിഷ്ഠിര കനോട്ട് സ്ലീപ്പ് പീസ്ഫുള്ളി. വിക്ടറി ഫീൽസ് എംപ്റ്റി. ഓക്കെ, അപ്പം യുധിഷ്ഠിരർ ഇവരൊരു പാണ്ഡവാസ് ആ ഒരു വിജയം കൈവരിച്ചെങ്കിൽ പോലും എന്താണ്, ആ ഒരു വിജയത്തിന് അവർക്ക് മൊത്തത്തിൽ സക്സസ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ സംതിങ് ഫീൽസ് ഓക്വേർഡ് എന്ന് പറയുന്ന പോലെ. ആൻഡ് ഫോറസ്റ്റിൽ ഗാന്ധാരി, ധൃതരാഷ്ട്ര, കുന്തി എല്ലാവരും ഒരു ഫോറസ്റ്റ് ഫയറിൽ മരിച്ചു പോകുവാണ്. സഞ്ജയ്ക്ക് ഭയങ്കര ബാഡ്ലി ഇഞ്ചേർഡ് ആകും. യുയുത്സു ഓൾസോ ഡൈസ് പെയിൻഫുള്ളി ഫ്രം ഹിസ് വൂൺസ്. ഓക്കെ, 2 gods സ്പീക്ക് അറ്റ് ദ എൻഡ്. എന്താ പറയുന്നത്, ദേ ടെൽ ദ ഓഡിയൻസ് ദാറ്റ് ദ സിറ്റി ഈസ് കംപ്ലീറ്റ്ലി റൂയിൻഡ്, നത്തിങ് റിമൈൻസ് എക്സെപ്റ്റ് ലോസ്. നഷ്ടങ്ങളല്ലാതെ ഒന്നും ഇപ്പോൾ ഈ സിറ്റിയിൽ ഇല്ല എന്ന് 2 ഗാഡ്സ് വന്നിട്ട് സ്റ്റേജിൽ ഇങ്ങനെ പറയുന്നു. ദെൻ സ്റ്റോറി അതിൻ്റെ എൻഡിലേക്ക് എത്തുകയാണ്. കൃഷ്ണ ഒരു ട്രീയുടെ അണ്ടറിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഹണ്ടർ അവരുടെ കാല് കണ്ടിട്ട് എന്താണ്, ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ആരോ വിടും. അങ്ങനെ കൃഷ്ണൻ മരിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് അശ്വത്ഥാമ ഭയങ്കര ഒരു കൈപ്പേറി ഒരു ചിരി ചിരിക്കും എന്നാണ് പറയുന്നത്. ലോവ്സ് ബിറ്റർലി. സഞ്ജയ സ്ക്രീംസ് ഇൻ ഡെസ്പയർ. ഓക്കെ, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ദ വേൾഡ് എൻറ്റർ കലിയുഗ്. ഓക്കെ, ദ ഏജ് ഓഫ് ഡാർക്ക്നെസ്. ബട്ട് ദ പ്ലേ ഡസ് നോട്ട് എൻഡ് ഇൻ ടോട്ടൽ ഹോപ്പ്ലെസ്നെസ്. ദ കോറസ് പറയുന്നുണ്ട്, ഈ ഒരു കഥ ഇങ്ങനെ ഇവിടെ തീർന്നിട്ട് കാണിക്കുമ്പോഴും ഇതൊരു പ്ലേ അല്ല. ആ പ്ലേയിൽ കോറസ് എന്താണ് പറയുന്നത്, ഈവൻ ഇൻ ദ ഡാർക്ക് ഏജ് ദർ ഈസ് എ സ്മോൾ സീഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്. ഒരു ചെറിയ സീഡ്, ഒരു സ്മോൾ സീഡ് ഓഫ് ഹോപ്പ് ഹ്യൂമൻ മൈൻഡിൽ അപ്പോഴും ഉണ്ട്. എന്തൊക്കെയാണ്, കറേജ്, ഫ്രീഡം, ഇമാജിനേഷൻ. ഫ്രം ദിസ് സീഡ് സംതിങ് ന്യൂ മൈറ്റ് വൺ ഡേ ഗ്രോ. ഈ ഒരു സീഡിൽ നിന്നും ഒരു ദിവസം നല്ലതെന്തെങ്കിലും മുളച്ചു വരും എന്ന് പറയാണ്, കോറസ് പറയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പ്ലേ അവിടെ അവസാനിക്കുന്നത്. സോ ഇനി ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇലാബറേറ്റ് അപ്പോൺ ദ തീം ഓഫ് ഡാർക്ക്നെസ് ആൻഡ് എ ലൈറ്റ് ഇൻ അന്തയുഗ്. അതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് തീം ഓഫ് ഡാർക്ക്നെസ്സിനെയും ലൈറ്റിനെയും അന്തയുഗിൽ കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അന്തയുഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ ഡാർക്ക്നെസ്സിനെയാണ്. മോറൽ ബ്ലൈൻഡ്നെസ്, വാല്യൂസിൻ്റെ നഷ്ടങ്ങൾ, ഹേറ്റഡ്, റിവഞ്ച്, അതുപോലെ തന്നെ റൈറ്റും റോങ്ങും തമ്മിലുള്ള കൺഫ്യൂഷൻ,
ദെൻ വയലൻസ്, ഒരു വിക്ടറിക്ക് ശേഷവും കണ്ടിന്യൂ ചെയ്യുന്ന വയലൻസ്, ഇതിനെയൊക്കെയാണ് ഈ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ടൈറ്റിൽ ഇറ്റ് സെൽഫ് മീൻസ് ദ ബ്ലൈൻഡ് ഏജ് എന്ന്. പീപ്പിൾ ആർ അലൈവ് ബട്ട് ദേ കനോട്ട് സീ ദ ട്രൂത്ത്, ജസ്റ്റിസ് ഓർ ഹ്യൂമാനിറ്റി. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ധൃതരാഷ്ട്രർ ഫിസിക്കലി ബ്ലൈൻഡാണ്, പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് എവ്രി വൺ ഈസ് മോറലി ബ്ലൈൻഡ് എന്നാണ് അല്ലേ. ധൃതരാഷ്ട്രറാണ് ഫിസിക്കലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ, പക്ഷേ ഓൾമോസ്റ്റ് എവ്രി ക്യാരക്ടർ ഇൻ ദിസ് പ്ലേ ഈസ് മോറലി ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ഗാന്ധാരി ഈസ് ബ്ലൈൻഡഡ് ബൈ ഗ്രീഫ്, സപ്പോർട്ട് വയലൻസ് വെൻ അശ്വത്ഥാമ കിൽസ് സ്ലീപ്പിംഗ് പീപ്പിൾ ആൻഡ് ഈവൻ അറ്റാക്സ് ദ അൺബോൺ ചൈൽഡ്, ഷീ സപ്പോർട്ട് him. Okay, then refusal of a dying soldier to drink water from Jujutsu shows how hatred has replaced the basic humanity. ആ മരണ സമയത്ത് പോലും എങ്ങനെയാണ് ഹേറ്റ്രഡ് ടേക്ക് ഓവർ ചെയ്തതെന്ന് ആ ഒരു ആക്ടിൽ നിന്ന് കാണിക്കുന്നു. സോ ഡാർക്ക്നെസ് എല്ലായിടവും സ്പ്രെഡ് ആയിരിക്കുകയാണ്, തോട്ട്സിൽ, ആക്ഷൻസിൽ, റിലേഷൻഷിപ്പിൽ എല്ലായിടത്തും ഡാർക്ക്നെസ് മാത്രമാണ് ഈ ഒരു പ്ലേ എൻറ്റയർലി ഉള്ളത്. ദെൻ ലൈറ്റിൻ്റെ മീനിങ്. ഓക്കെ, ലൈറ്റ് ഇൻ ദ പ്ലേ സ്റ്റാൻഡ്സ് ഫോർ മോറൽ അവെയർനെസ്, കമ്പാഷൻ ആൻഡ് റെസ്ട്രെയിൻറ്റ്, റെസ്പോൺസിബിലിറ്റി, ഹോപ്പ് ഫോർ ഹ്യൂമാനിറ്റി മേജർലി. ഇതിനെയൊക്കെ പ്രതിനിധീകരിച്ചിട്ടാണ് ലൈറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗവർ ദ പ്ലേ ഷോസ് ദാറ്റ് ലൈറ്റ് ഈസ് വീക്ക് ആൻഡ് ഫ്രജൈൽ ആഫ്റ്റർ വാർ. എങ്ങനെയാണ് ആ ഒരു ലൈറ്റ് വളരെ വീക്ക് ആൻഡ് ദുർബലമാണെന്ന് കാണിച്ചിരിക്കുന്നത്. കൃഷ്ണ റെപ്രസെൻറ്റ്സ് ലൈറ്റ്സ് ബിക്കോസ് ഹീ റിമൈൻ കാം, ഡിറ്റാച്ച്ഡ് ആൻഡ് മോറലി അവെയർ അല്ലേ. ഗാന്ധാരി ആ ഒരു ശാപം പറയുമ്പോൾ പോലും തിരിച്ച് ദേഷിക്കുന്നൊന്നുമില്ല, അത് കാമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഉത്തരയുടെ അൺബോൺ ചൈൽഡിനെ കൃഷ്ണൻ സേവ് ചെയ്തപ്പോൾ ആ ഒരു ഫ്യൂച്ചറിനെ മൊത്തത്തിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക്നെസ്സിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട്, ടോട്ടൽ ഡാർക്ക്നെസ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ അവിടെ കൃഷ്ണൻ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ആൻഡ് വിദുര ആൻഡ് സഞ്ജയ് ട്രൈ ടു അപ്ഹോൾഡ് ദ ട്രൂത്ത് ബട്ട് ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് പവർലെസ്, ഷോയിങ് ദാറ്റ് ലൈറ്റ് എക്സിസ്റ്റ് ബട്ട് കാനോട്ട് ഡോമിനേറ്റ് എന്ന്. വിദുരയ്ക്കും സഞ്ജയ്ക്കും ആ ട്രൂത്തിനെ മുറുകെ പിടിക്കണം എന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരിക്കലും ആ ഒരു ഡാർക്ക്നെസ്സിനെ ഓവർകം ചെയ്ത് ഇതിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ലൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ലൈറ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് വിൻ ചെയ്യുന്നില്ലെങ്കിലും അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്, ക്വൈറ്റായിട്ട് സർവൈവ് ചെയ്തുകൊണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ തോ ഡാർക്ക്നെസ്സിലും ഒരു ഹോപ്പിലാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത് അല്ലേ. ഡാർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അന്തയുഗ് ഡസ് നോട്ട് എൻഡ് ഇൻ ടോട്ടൽ ഡെസ്പെയർ. ഇൻ ദ ഫൈനൽ ലൈൻസ് എന്താ കോറസ് പറഞ്ഞത്, ഈവൻ ഇൻ ദിസ് ഡാർക്ക് ഏജ് ദർ ഈസ് എ സ്മോൾ സീഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞല്ലേ. സോ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ തീം ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് ഇൻ അന്തയുഗ ഷോസ് ദാറ്റ് വാർ ലീഡ്സ് ടു മോറൽ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡാർക്ക്നെസ്. റിവെഞ്ച് ഡിസ്ട്രോയ്സ് ബോത്ത് വിക്ടിംസ് ആൻഡ് വിക്ടേഴ്സ്. Then light survives only in rare act of compassion and self-awareness. Rarely എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലൈറ്റ് സർവൈവ്സ് റെയർലി ഓൺലി ഇൻ compassion and self-awareness. Then humanity must be rebuild its value after destruction. Okay, എത്രത്തോളം തകർത്ത് കളഞ്ഞാലും അത് വീണ്ടും റീബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് പറയുന്നത്. സോ അന്തയുഗ ഈസ് എ പവർഫുൾ വാർണിംഗ് ദാറ്റ് വെൻ ഹ്യൂമൻസ് ചൂസ് വയലൻസ് ഡാർക്ക്നെസ് റൂൾസ് ബട്ട് ഹോപ്പ് നെവർ ഫുള്ളി ഡൈസ്. ഓക്കെ, ഇത്രയാണ് അതിൽ നിന്ന് നമുക്ക് ആൻസറായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, അന്തയുഗയിലുള്ള ക്യാരക്ടേഴ്സ് അവരവരുടെ പാത്ത് അവർ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. അശ്വത്ഥാമ ആൻഡ് അയാൾ എന്താണ് റിവെഞ്ചാണ് ചൂസ് ചെയ്തത് ഹ്യൂമാനിറ്റിയെക്കാട്ടിലും അല്ലേ. ആ ഒരു വാറിന് ശേഷം ആങ്കറും ഹ്യൂമിലിയേഷനും ഒക്കെ അയാളെ കൊണ്ട് പല വൃത്തികെട്ട കാര്യങ്ങളും ചെയ്യിച്ചു. ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നതിന് പകരം റിവെഞ്ചാണ് ചൂസ് ചെയ്തത്. ആൾക്കാർ ഉറങ്ങിക്കിടക്കുമ്പം അവരെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അൺആംഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ അവരുടെ ക്യാമ്പിൽ ചെന്ന് കൊല്ലാൻ നോക്കുന്നു. ഒരു അൺബോൺ ചൈൽഡിനെ കൊല്ലുന്നു. അതുപോലെ ഒരു ബെഗറിനെ ഒരു ആവശ്യമില്ലാതെ കൊന്നു കളയുന്നു. അതൊക്കെ ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതെല്ലാം അയാളുടെ തന്നെ ഡിസിഷൻസ് ആണ് അല്ലേ, ആരും ഫോഴ്സ് ചെയ്തതല്ല. ആൻഡ് ഈ ഒരു ആക്ഷൻ കാരണമാണ് അയാൾക്ക് എൻഡ്ലെസ് സഫറിങ് കൃഷ്ണൻ്റെ അടുത്തുനിന്ന് ശാപമായിട്ട് കിട്ടുന്നത്. ഗാന്ധാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രീഫ് കാരണം, അതായത് ആ മക്കളൊക്കെ മരിച്ചു പോയതിൻ്റെ വിഷമം കാരണം ബ്ലൈൻഡ്നെസ്സിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ഹേറ്റ്രഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അശ്വത്ഥാമിൻ്റെ എല്ലാ വയലൻ്റ് ആയിട്ടുള്ള റിവെഞ്ചിനെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, കൃഷ്ണനെ വരെ ശപിക്കാൻ നോക്കുന്നു. സോ പേഴ്സണൽ ഇമോഷണൽ റിയാക്ഷൻസ് ആണ്. ഒരു ഡിവൈൻ ജസ്റ്റിസോ അല്ലെങ്കിൽ ന്യായം എന്താണെന്നോ ഒന്നും നോക്കുമല്ല.
അവിടെ വികാരമാണ് പ്രവർത്തിക്കുന്നത്. ദെൻ ധൃതരാഷ്ട്ര എന്താണ് മോറൽ വീക്ക്നെസ് കാണിക്കുന്നു, പാസീവ് അക്സെപ്റ്റൻസ്. പിന്നീടാണ് കുറേ ലേറ്റായതിനു ശേഷമാണ് ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം സൈലൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട്. സോ അവിടെയും ധൃതരാഷ്ട്രരും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ അദ്ദേഹത്തിൻ്റെ ഇനാക്ഷൻ കൊണ്ടാണ്, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറയണത്. സോ അയാളുടെ ബ്ലൈൻഡ്നെസ് ഫിസിക്കലാണെങ്കിലും ഇന്നർ ബ്ലൈൻഡ്നെസ്സും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ബൈ റെഫ്യൂസിങ് ടു ആക്ട് ഹി അലൗസ് ദ ഡിസ്ട്രക്ഷൻ ടു കണ്ടിന്യൂ എന്ന് പറയുന്നത്. സഞ്ജയനെ പറയുന്നത് ഫിയർ ഓഫ് ട്രൂത്ത് ആയിട്ടാണ്. ഹി ഡിലേസ് ടെല്ലിങ് ധൃതരാഷ്ട്ര ആൻഡ് ഗാന്ധാരി അബൌട്ട് ദ ഡിഫീറ്റ്. ആ ഒരു ഫിയർ ഓഫ് ഇമോഷണൽ പെയിൻ വീക്ക്നെസ് ചെയ്യുന്നുണ്ട് അയാളേന്ന്. ദെൻ കൃഷ്ണേനെ പറയുന്നത് കോൺഷ്യസ് അക്സെപ്റ്റൻസ് ഓഫ് കോൺസിക്വൻസസ് എന്ന്. കൃഷ്ണയുടെ പാത്ത് അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് വന്നത്, ഡിറ്റാച്ച്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയൊക്കെ കൊണ്ട്. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, അവരവരുടെ ആക്ഷൻസാണ് അവരവരുടെ ജീവിതം ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പം കൃഷ്ണൻ്റെ ആ നല്ല കാര്യങ്ങളിലൊക്കെ കാരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അദ്ദേഹം ഗാന്ധാരി ആ ഒരു ശാപം പറഞ്ഞപ്പോൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉത്തരയുടെ ചൈൽഡിനെ സേവ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിസ്ട്രക്ഷനെ തടയിടുന്നുണ്ടായിരുന്നു. പിന്നെന്താ ചെയ്തത്, ഹി ഡസ് നോട്ട് എസ്കേപ്പ് കോൺസിക്വൻസ് ഈവൻ വെൻ ബ്ലെയിംഡ് അല്ലേ. കൃഷ്ണ ചൂസ് ടു ബെയർ മോറൽ റെസ്പോൺസിബിലിറ്റി വിച്ച് ഡിഫൈൻസ് ഹിസ് റോൾ ആസ് ലൈറ്റ് ഇൻ എ ഡാർക്ക് ഏജ്. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ റോൾ നമ്മൾ ഈ ഒരു പ്ലേയിൽ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് കാരണം തന്നെയാണ് അല്ലേ. സോ ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് അവരുടെ ആക്ഷൻസ് കാരണം അവരുടെ തന്നെ ലൈഫ് ഷേപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ദെൻ കണ്ടംപററി റെലവൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ കാലഘട്ടമായിട്ട് ഇതിന് പറയാൻ പറ്റുമോ? യെസ്, സ്റ്റിൽ നമ്മുടെ നാട്ടിൽ വാറും വയലൻസും ഒക്കെ മോഡേൺ വേൾഡിലുണ്ടല്ലേ. വാർ ഒരുപാട് സിവിലിയൻസിനെ നശിപ്പിക്കുന്നു, ചിൽഡ്രൻ്റെ ഫ്യൂച്ചർ ജനറേഷനെ സഫർ ചെയ്യിക്കുന്നു, ചിൽഡ്രനെ സഫർ ചെയ്യിക്കുന്നു, വുമണിനെ സഫർ ചെയ്യിക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഹേറ്റ്രഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അല്ലേ. ആൻഡ് മോറൽ ബ്ലൈൻഡ്നെസ്സും ലോസ് ഓഫ് വാല്യൂസും നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ട്രൂത്തിനെ വളരെയധികം ആൾക്കാർ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇഗ്നോർ ചെയ്യുന്നൊരു സംഭവം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. റിവെഞ്ച് കൾച്ചറും എൻഡ്ലെസ് കോൺഫ്ലിക്റ്റും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ റിവെഞ്ച് കില്ലിങ്സ് ഉണ്ട്. സൈക്കിൾസ് ഓഫ് ടെററിസം ആൻഡ് റിറ്റാലിയേഷൻ ഇപ്പോഴും ഉണ്ട്. സോഷ്യൽ മീഡിയ ഔട്ട്റേജ് കൾച്ചർ അല്ലേ, പല റിലീജിയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ എഴുതാൻ പറ്റും. പവർ, റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ്. അന്നത്തെ നിന്നും യാതൊരു വ്യത്യാസവും ഇന്നുമില്ല. ഇന്നും നമ്മുടെ ലീഡേഴ്സൊക്കെ അക്കൗണ്ടബിലിറ്റി എസ്കേപ്പ് ചെയ്യുന്നവരാണ്. അവരുടെ ഡിസിഷൻസ് ഒന്നും ഹ്യൂമൻ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടില്ല, അവരുടെ തന്നെ ഓൺ ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ. സോ എങ്കിലും ഇവിടെയും നമുക്കിപ്പോഴും ഒരു ഹോപ്പുണ്ട്. നമ്മളുടെ നാട് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നും ആൾക്കാർ ഇപ്പോഴും പീസിനും ജസ്റ്റിസിനും ഒക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഒരു അവയർനെസ് ഉള്ളത് ഈ കഥയിലെ പോലെ തന്നെ നമ്മൾക്കും ഒരു ഹോപ്പാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈവൻ ഇൻ ഡെസ്പെയർ നമുക്കും ഒരു ഹോപ്പുണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് സമയങ്ങളെ തമ്മിൽ റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.